Hello friends, Fxmuni പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഫോട്ടോഷോപ്പ് ക്ലാസ് ഇപ്പം 7 ക്ലാസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ലെയർ ബേസിലോട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വലിയ ലെയർ ബേസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ലെയർ ബേസിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് നിങ്ങളെ അതായത് കൺട്രോൾ ഇസഡ് അൺഡു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു 10 ഓപ്ഷൻ വരെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹിസ്റ്ററിയിൽ പോകുമ്പോഴത്തേക്കും 10 വരെ കിട്ടുന്നുള്ളൂ, അതിന് മുന്നോട്ടുള്ളത് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിഫറൻസിൽ പോയി ഇപ്പം അൺഡു ഒരുപാട് കൂട്ടാം, ഒരു 1000s വരെ നമുക്ക് ഇടാൻ പറ്റും. നോർമലി ഒരു ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യുമ്പോൾ അതായത് ഫോട്ടോഷോപ്പിൽ പ്രീസെറ്റ്സ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി അതായത് കൺട്രോൾ ഇസഡ് അൺഡു ആ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു 10 അല്ലെങ്കിൽ 15 ഇത്ര മാത്രമേ കാണത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഹെവി പ്രോജക്റ്റും അതുപോലെ തന്നെ ഒരുപാട് ലെയർ ബേസ് സാധനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് എഫക്ട്സും കാര്യങ്ങളും ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഈ 10 വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങളൊരു 100 ലെയർ ബേസ് ഇട്ടുള്ള ഒരു വർക്കായിരിക്കും ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊരു സെക്കൻഡ് ലെയറിലോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് നിങ്ങൾ രണ്ടാമത് ആക്ഷൻ ചെയ്ത ഒരു സംഭവത്തിലോട്ട് പോകണമെങ്കിൽ പാടായിരിക്കും, അത് കിട്ടത്തില്ല. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിഫറൻസിൽ പോയി എങ്ങനെ അതായത് ഇപ്പം ഈ 10 എന്നുള്ളത് മാനുവലി ചേഞ്ച് ചെയ്ത് നമുക്ക് ഒരു 1000s എങ്ങനെ എത്തിക്കാം. അപ്പോൾ നമുക്ക് എത്ര മാത്രം 1000 ലെയർ വരെ ചെയ്താലും ആ ഫയലുകൾ ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഇന്ന് ഫോട്ടോഷോപ്പിൽ കാണാം. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ ലെയർ ബേസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതായത് അൺഡു കൊടുക്കുമ്പോഴത്തേക്കും നോർമലി നമുക്ക് ഈ സിസ്റ്റത്തിൽ ഒരു 10 ഒക്കെ കിട്ടത്തുള്ളൂ. അതായത് അൺഡു കൺട്രോൾ ഇസെറ്റ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിലോട്ട് പോകുന്നത് അൺഡു ഓപ്ഷൻ 10 വരെ കിട്ടത്തുള്ളൂ. നമുക്കതെങ്ങനെ കൂട്ടിയെടുക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് ലെയർ ഒരു 50-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 100 ലെയർ ബേസ് ആയിരിക്കും നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പം കൺട്രോൾ ഇസെറ്റ് അൺഡു കൊടുക്കുമ്പോഴത്തേക്കും 10 വരെ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കും ബാക്കിയുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് മിസ്സിങ് ഓപ്ഷൻസ് ആയിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെ നിങ്ങളിപ്പോൾ ഫുൾ വർക്ക് ഏരിയ അതായത് നിങ്ങളിപ്പോൾ ഫുൾ വർക്ക് ചെയ്തത് ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഈസി മെത്തേഡാണ് ഇത്. ഫോട്ടോഷോപ്പിലെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഫസ്റ്റ് അതായത് ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ വന്നിട്ട് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ആ പ്രിഫറൻസിൽ അല്ലെങ്കിൽ കൺട്രോൾ കെ എന്ന് പറയുന്ന ഷോർട്ട് കീബോർഡിൽ കൺട്രോൾ കെ അടിക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പെർഫോമൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് മെമ്മറി യൂസേജ്, ഗ്രാഫിക്സ് പ്രോസസ് സെറ്റിങ്സ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ആൻഡ് ക്യാച്ച്. അപ്പോൾ ഇവിടെ വന്നിട്ട് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഹിസ്റ്ററി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഹിസ്റ്ററി സ്റ്റേറ്റ്സ് അതിപ്പോൾ 1000 ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് ഞാൻ ഒരു മാക്സിമം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി ഇതൊരു 10-15 ഒക്കെ കിടക്കത്തുള്ളൂ. നോർമലി നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും വരുന്നത് ഒരു 15 വരെയൊക്കെ വരത്തുള്ളൂ. 15, 10 അത് പ്രീസെറ്റായിട്ട് അവർ ചെയ്തിട്ടിരിക്കുന്നതാണ്. നമ്മളത് കസ്റ്റമായിട്ട് ചേഞ്ച് ചെയ്ത് ഒരു 1000s ഒക്കെ ആക്കാം. അപ്പോൾ 1000s ആക്കി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്ത് വർക്ക് ചെയ്താലും ഇപ്പോൾ ഒരു ലെയർ ഒരു ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇപ്പോൾ കൺട്രോൾ എൻ ചെയ്ത് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു നോർമൽ സൈസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ലെയർ ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 13, 15 ഒരുപാട് ലെയറുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടില്ലേ, ആ ലെയറെല്ലാം ആ 13 ലെയറിൻ്റെ ഹിസ്റ്ററി നമുക്കിവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്ത് വർക്ക് ഇപ്പം 1000 വരെ നമുക്ക് വർക്ക് ഇപ്പം ഇത്ര 1000 വർക്ക് വരെ ആരും ചെയ്യത്തില്ല. നോർമലി ഒരു ഫോട്ടോഷോപ്പ് ഒരു 200 വരെയൊക്കെ മാക്സിമം ലെയർ ബേസൊക്കെ ചെയ്താലും വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം. എന്തായാലും കുറച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും വർക്ക് ചെയ്തപ്പോഴത്തേക്കും മിസ്സായി പോവുകയാണെങ്കിൽ പിന്നെ പാടായിരിക്കും. അപ്പോൾ മാക്സിമം 1000 തന്നെ ഇടുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. എന്ത് കറക്ഷൻ ഉണ്ടെങ്കിലും അവിടെ ആ ലെയറിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ഒരു ഈസി മെത്തേഡാണ്.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ Fxmuni ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.